ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡെയിലി വ്ളോഗൊക്കെ രാവിലെയൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചും കൂടി വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ ജസ്റ്റ് ഒന്ന് നിലത്ത് വീണതിന് ശേഷം പിന്നെ എടുത്ത് നോക്കിയപ്പോൾ അത് ഓണാവണില്ല. അതുകൊണ്ട് ഇതുവരെ ഷൂട്ട് ചെയ്ത് വെച്ച ഡെയിലി വ്ളോഗ് മൊത്തം പോയി, രാവിലെ തൊട്ടുള്ള സംഭവങ്ങളൊക്കെ പോയി. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഡെയിലി വ്ളോഗൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇട്ടാണ്. അപ്പോൾ ഫോൺ എന്താ പറ്റിയെന്ന് വലിയ പിടുത്തല്ലേ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ താഴ്ത്തിട്ടല്ല, വീഡിയോ എടുക്കേണ്ട ഇടയിൽ ജസ്റ്റ് ഒന്ന് താഴ്ത്ത് വീണാണ്. സാധാരണ അങ്ങനെ താഴ്ത്തൊന്നും വീണാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഈ പ്രാവശ്യം താഴ്ത്ത് വീണപ്പോൾ പിന്നെ ഓണാവണേ ഇല്ല, ഒരനക്കവും ഇല്ല. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കടയിൽ കൊണ്ടുപോയിട്ട് ഒന്ന് നോക്കണം. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ ഫോണിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ പോക്കോ M5 ആണ്. അപ്പോൾ അതിലാണ് ഇത് മൊത്തം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രിപ്പ് പോകണം. അപ്പോൾ അവിടെ പോയിട്ട് ഫോണൊന്ന് കൊടുത്തിട്ടൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളങ്ങനെ റെഡി ആയിട്ട് നേരെ അയാൾക്ക് പോവാണ്. അപ്പോൾ ഈ ഫോണിൽ സ്റ്റെബിലൈസേഷൻ ഇല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മളങ്ങനെ അയാൾക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ എത്തിയതിന് ശേഷം അവിടെ ഒരു മൊബൈൽ ഷോപ്പിൽ കൊടുത്ത് മൊബൈലൊക്കെ ഒന്ന് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ച്, അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഫോണൊക്കെ കൊടുത്ത് വന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ കോലം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഡിസ്പ്ലേ പോയി, ഇത് മൊത്തത്തിൽ ഡിസ്പ്ലേ മാറ്റേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ഇത് പോക്കോ M4 Pro ആണ്. അപ്പോൾ ഈ ഫോണിലാണ് നമ്മുടെ ഇതുവരെയുള്ള വീഡിയോ സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അവർ മൊത്തത്തിലൊന്ന് അഴിച്ചു നോക്കിയതാണ് ഈ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് തന്നേക്കണേ. അപ്പോൾ ഡിസ്പ്ലേ മാറ്റുകയാണെങ്കിൽ ഇത് LED ഡിസ്പ്ലേ ആണ്. അപ്പോൾ അത് കണ്ട് നല്ല റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത്യാവശ്യം ഒരു 3000-3200 ആ റേഞ്ചൊക്കെ വരുന്നു പറഞ്ഞു ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റണമെങ്കിൽ. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ മാറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ LCD ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ 1200 രൂപയ്ക്ക് ഇടാമെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ LED ആണ്. അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ ഡിസ്പ്ലേ ഇടണമെങ്കിൽ 3200 രൂപയാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഡിസ്പ്ലേ മാറ്റണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റുകയാണെങ്കിൽ പുതിയ ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഉറപ്പില്ല. അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ അത് എടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഡിസ്പ്ലേൻ്റെ മാറ്റാം. അങ്ങനെയാണ് പരിപാടി. അതുകൊണ്ട് ഡെയിലി വ്ളോഗ് സംഭവങ്ങളൊന്നുമില്ല. റീൽസ് ഞാൻ ഷൂട്ട് ചെയ്ത് ഇന്നത്തെയും നാളത്തെയും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്താൽ അത് അപ്ലോഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അപ്ലോഡ് ആയിക്കോളും, നാളത്തെ അപ്ലോഡാവും, ഇപ്പോഴത്തെ അപ്ലോഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് പരിപാടികൾ, വീഡിയോ ഷൂട്ടിങ്. അപ്പം ഇനി കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നടക്കില്ല. വേറെ ഫോൺ കിട്ടണവരെ അല്ലെങ്കിൽ ഇത് ശരിയാക്കി കിട്ടുന്നവരെ ഇനി വീഡിയോ ഷൂട്ടിങ് നടക്കില്ല. അല്ലെങ്കിൽ ഇതേപോലെ അമ്മയുടെ ഫോണിലായിരിക്കും ഷൂട്ട് ചെയ്യേണ്ടി വരാം. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത്രേ ഉണ്ടായുള്ളൂ. ബൈ.